ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും ആദിക്കുട്ടനും സ്കൂളിൽ നിന്ന് വന്ന വഴി കേട്ടോ. വന്ന ആദിക്കുട്ടനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇനിയിപ്പം ന്യൂട്ടല മേടിച്ചപ്പോ തൊട്ട് ആദിക്കുട്ടൻ ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടി. ആദിക്കുട്ടൻ അപ്പൊ ടിവിയില് ന്യൂട്ടല്ലയുടെ പരസ്യം കണ്ടേ, അപ്പൊ തൊട്ട് ന്യൂട്ടല്ല വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിപ്പിച്ചതാ. അപ്പൊ ഞാനും ഇനി ഇതിച്ച് കഴിച്ചിട്ട് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. എനിക്കും 3:45 സമയം. താഴെ വീട്ടില് കട്ട് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങക്ക് രാത്രിയിലത്തേന് ഫുഡ് ചോറ് ഇരിപ്പുണ്ട്. എന്നാലും എന്താ ഇന്ന് വെച്ച് ചിക്കൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് എന്താ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു ആഗ്രഹം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഒന്ന് ചില്ലി ചിക്കൻ ക്യാപ്സിക്കം ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഒരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കനും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടിരിക്കും. അപ്പൊ ഒന്ന് കിടക്കണം. അപ്പൊ കഴിച്ചിട്ട് ചായയും കൂടി ഇട്ട് കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് കിടന്നിട്ട് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി കയറണം. അപ്പം ഞാൻ നേരെ ചെന്ന് ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ആദിക്കുട്ടിൻ്റെ ബാഗിനകത്തുനിന്ന് ബോക്സ് ഫുഡിൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്തൊന്ന് പുറത്ത് വെക്കുക കേട്ടോ. ഇന്നും അവൻ ഫുഡ് ഫുള്ള് കഴിച്ചിട്ടില്ല. ഞാനപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്നാ തലേദിവസം തന്നെ പറയുവാണെങ്കിൽ അതങ്ങ് തന്നു വിടാമല്ലോ. അപ്പോൾ നീയും കഴിക്കും, എനിക്കൊരു സമാധാനം. പക്ഷെ ഞാൻ ഓർത്തോണ്ട് ഇന്ന് ഇവിടെ ടീച്ചേഴ്സ് എല്ലാം ചോദിക്കും, ഇങ്ങനെല്ലാം നോക്കും പാത്രത്തിനകം. ചിലപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തോ ഫുഡ് ഫുള്ള് കഴിച്ചിട്ട് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്നാക്ക് മാത്രമുള്ളല്ലോ അതങ്ങ് കഴിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. അല്ലെ മാം വഴക്ക് പറയുന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, എന്തായാലും കഴിക്കുന്നില്ല എന്താണേലും. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് ബൂസ്റ്റ് ഇട്ടെടുത്ത് വൈകിട്ട് കേട്ടോ. എനിക്കും കൂടെ അങ്ങ് ബൂസ്റ്റ് തന്നെ എടുത്തു. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എടുക്കാനുള്ള എളുപ്പം. എനിക്ക് ബൂസ്റ്റിനെക്കാട്ടിലും ഇഷ്ടം ബ്രൂ ആട്ടോ. പിന്നെ ബൂസ്റ്റ് ഏതായാലും എടുത്ത സ്ഥിതിക്ക് 2 പേർക്ക് കൂടെ അങ്ങ് എടുത്തേക്കാന്ന് ഓർത്തത്. ഞങ്ങൾക്കുള്ള ബൂസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ആദ്യക്കുട്ടി തണുത്തേ കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങ് ഒഴിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ചില്ലി ചിക്കനുള്ള പരിപാടി. അപ്പം ഞാൻ ഓർത്ത് ആദ്യം തന്നെ ചിക്കൻ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതില് മസാല ഒന്ന് പിടിപ്പിച്ച് വെക്കാന്ന് ഓർത്തത്. പക്ഷെ ഇത് ഐസ് പോലെ ഇരിക്കും. അപ്പൊ ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഐസ് പോകുമെന്ന് തോന്നുന്നു. അപ്പം ഇത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആദ്യം തന്നെ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ച് വെക്കട്ടെ. അത് ആദ്യം ചെയ്യുക. ഏതെങ്കിലും ഒക്കെ ആദ്യം നടക്കട്ടെ. ഇനിയിപ്പോൾ ചില്ലി ചിക്കൻ വെക്കാന്ന് ഓർത്ത് അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തൊന്ന് വെളിയിൽ വെച്ചതാണ്. അപ്പൊ ഇനി ഇതെല്ലാം വേഗം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് വേണം ഇനി ആദിക്കുട്ടനെ പഠിപ്പിക്കണം. പിന്നെ വിളക്കത്തിക്കാൻ നേരം ആവാറാവുന്നു. അപ്പം വിളക്കത്തിക്കണം. അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ വേഗം എല്ലാം ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മണ്ടേ കയറി ഇരുന്ന് അരിയാൻ തുടങ്ങിയായിരുന്നേ. കാരണം എനിക്ക് പെട്ടെന്ന് കാലിന് വേദന എടുക്കുകയോ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോൾ. അപ്പോൾ വെറുതെ നിന്ന് പണി മേടിക്കണ്ടെന്നോർത്ത് പിന്നെ അങ്ങ് കയറി ഇരുന്നരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇരുന്നരിയുമ്പോൾ നമ്മൾ സാവധാനത്തിലൊക്കെ അരിയത്തുള്ളൂ. നിന്നാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണി തീർക്കാം എന്നുള്ള ഇതിൽ അങ്ങ് അരിഞ്ഞ് തീർക്കുമല്ലോ. അതെന്താണെന്നറിയില്ല, നമുക്ക് ഇരുന്നൊരു സുഖം കിട്ടുമ്പോഴത്തേ നമ്മൾ പതുങ്ങിയായി പോകുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് പിന്നെ ഞാൻ ചായ ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റേതും ഞാൻ ആദ്യയുടെ തണുത്ത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ അങ്ങ് ഒഴിച്ച് വെക്കും കേട്ടോ, തണുത്ത് കുടിക്കുക. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇനിയിപ്പം നേരെ ചില്ലി ചിക്കൻ വെക്കാമെന്ന് ഓർത്ത് ചിക്കന് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ തണുപ്പെല്ലാം മാറി ഉപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടുക കേട്ടോ. അപ്പോൾ അതിനകത്തൊരു തുള്ളി വിനാഗിരിയും കൂടെ ചേർത്തുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വിനാഗിരി ചേർക്കുന്നതാണ്. ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ട് വിനാഗിരി ചേർക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം KFC ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ വിനാഗിരി ഒഴിച്ച് വെച്ചപ്പോഴത്തേക്കും ചിക്കൻ വെന്തപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഒരു മുട്ട ചേർക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരു മുട്ടയുടെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മണ്ട പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊരു കുറച്ച് മാത്രം മുട്ട ചേർത്തു. അപ്പോൾ അതിൽ നിന്ന് കൂടുതലും അതിൻ്റെ വൈറ്റായിട്ടോ വീണത്. യോക്കും കൂടെ നന്നായിട്ട് വേണമായിരുന്നു. കറി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടായിരുന്നു കേട്ടോ. അപ്പം അത് പിന്നെ ഇച്ചിരി കോൺഫ്ലോർ, പിന്നെ മൈദാപ്പൊടി, ഇച്ചിരി 1 സ്പൂൺ മാത്രം മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഉപ്പ്, പിന്നെ ഒരു കുറച്ചും കൂടെ വിനാഗിരി ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വെള്ളത്തിലിട്ട സമയത്ത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കോൺഫ്ലോർ ഇതിനകത്ത് കുറച്ച് ഇട്ടുള്ളൂ, കാരണം എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് കറിയിലൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അന്നേരം ഇതിനകത്ത് കലക്കി ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ കുറച്ചിട്ടിട്ട് ബാക്കിക്ക് കുറച്ചുകൂടെ മൈദാപ്പൊടി തന്നെയാണ് കേട്ടോ ചേർത്തത്. ഈ പൊടി നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് മാക്സിമം എത്ര നേരം വെക്കാവോ അത്ര നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം എന്നാട്ടോ പറഞ്ഞേക്കുന്നത്. ഞാന് അതവിടെ കുഴച്ച് വെച്ചേ. ഇനി ഞാൻ നേരം കൊണ്ട് ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തി വെക്കട്ടെ. ചപ്പാത്തി ഞാനുണ്ടല്ലോ രണ്ടാമത് ഒന്നുകൂടെ കുഴച്ച കേട്ടോ. ആദ്യമേ കുഴച്ചത് ഭയങ്കര കുറഞ്ഞു പോയായിരുന്നേ. അപ്പൊ ഒന്നും കൂടെ ഞാൻ ചപ്പാത്തി കുറച്ചൊരു 3 എണ്ണത്തിനുള്ളതും കൂടെ കുഴച്ചു കേട്ടോ. ഇപ്പഴാ ഓർത്ത ചപ്പാത്തി ഇടുന്നതിനെക്കാട്ടിലും മുന്നേ കടല നാളത്തേന് ഇവർക്ക് ഞാൻ അപ്പവും കടലക്കറിയും കൊടുത്തു വിടാൻ ഓർത്തോണ്ട്. അപ്പൊ കടല വെള്ളത്തിലിടത്ത ആദ്യമേ. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തും കടലയ്ക്ക് വെള്ളത്തിൽ കടല ഇട്ട് വെക്കുക എല്ലാം ചെയ്ത് കേട്ടു. ഇനിയിപ്പോൾ ചപ്പാത്തി വേഗം ഒന്ന് പരത്തി ചുട്ട് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് താഴോട്ടൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ആദ്യക്കുട്ടിനൂടെ കളിക്കാനായിട്ട് താഴെ ചെല്ലാൻ പറഞ്ഞു, പ്ലേ ഏരിയയിലെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഉണ്ടല്ലോ ഞാനും ആദ്യക്കുട്ടിനോട് ആദ്യക്കുട്ടിന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങള് പാർക്കിലോട്ട് താഴോട്ട് ഇറങ്ങാൻ പോകും. അപ്പം ഞാൻ അതിന് മുന്നിലായിട്ട് ഈ വെജിറ്റബിൾ സാലഡിനുള്ള ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും അതൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞു. പിന്നെ അതേ ബ്രൊക്കോളി കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ അതേ ഒന്ന് ചുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വന്നിട്ട് എന്താണ്, എനിക്ക് മാവ് അരയ്ക്കണം. പിന്നെ നമ്മുടെ ഈ ചിക്കനെ വറുത്ത് കറി വാക്കണം. അപ്പം ഞങ്ങൾ ഏതായാലും ഇനി പാർക്കിൽ പോട്ടെ. അവനോട് ഞാനത് എടുക്കേണ്ടത് പറഞ്ഞാണേ. അവൻ ആ ടോയ് എടുത്തോണ്ട് എന്ത് ചെയ്ത് ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് പിന്നെ താഴെ ചെന്ന് കയറിയിട്ട് പിള്ളേർ വഴക്കുണ്ടാക്കിയാൽ അതൊക്കെ അറിഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾ കളിയെല്ലാം കഴിഞ്ഞ് കയറി വന്ന് ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ദേഹമൊക്കെ ഒന്ന് കഴുകി. പിന്നെ നല്ല ലേറ്റായിട്ടാണ് കയറി വന്നത്. എന്നിട്ടും ഞാൻ പിന്നെ വിളക്കൊന്ന് കത്തിച്ച് ജസ്റ്റ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ആ വെജിറ്റബിൾ സാലഡിനുള്ള ബ്രൊക്കോളി എല്ലാം അങ്ങ് അരിഞ്ഞ് കൈയോടെ ഫ്രിഡ്ജിലോട്ട് കയറ്റി അങ്ങ് വെച്ചേക്കുമ്പോൾ ഈ കൈയോടെ എന്നുള്ള വാക്ക് പെട്ടെന്ന് അങ്ങ് വായി വരും കേട്ടോ. എനിക്ക് ഇച്ചിരി ആവർത്തന വിരസത പോലെ ആ വേർഡ് കയറി വരുന്നുണ്ടെന്ന് 1-2 പേര് എന്നോട് പറഞ്ഞു. പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, കയറി വരുന്നതാണ്. അപ്പൊ ആദ്യക്കുട്ടി ഇതിന്റെ ഇടയ്ക്ക് നടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടേ. അപ്പൊ ഉണ്ടല്ലോ അത് സാലഡിനുള്ള എല്ലാം ഫ്രിഡ്ജിൽ അരിഞ്ഞ് കയറ്റിയേ. ഇനിയിപ്പം ചിക്കന് കുറേ നേരമല്ല പുരട്ടി വെച്ചിട്ടാ. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. അപ്പൊ അതിനാണ് സൺഫ്ലവർ ഓയിലായിട്ട് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചെയ്യാനായിട്ടാ വീഡിയോയിലൊക്കെ കണ്ടത്. വെളിച്ചെണ്ണയിലൊന്നും വറക്കരുതെന്നാ കണ്ടത്. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വറക്കട്ടെ. അപ്പം ഞാൻ അത് വറക്കാമെന്ന് ഓർത്തോണ്ട് എടുത്തപ്പോഴത്തേനും കേട്ടോ ഹസ്ബൻഡ് വന്ന് 2-3 ബെല്ലടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഞാൻ ചേർന്നത്. അതാ ഞാൻ ഈ ഓടുന്നത്. ഈ ആദ്യക്കുട്ടൻ ചില സമയത്താണ് തുറന്ന് കൊടുക്കുന്നതാണ്. അപ്പം ഇന്ന് മോളിൽ ഞാൻ കുറ്റിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ അവൻ തുറന്ന് കൊടുക്കാഞ്ഞത്. അവനിപ്പോൾ ചായ എടുക്കണം. അപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഹസ്ബൻഡിനൊക്കെ ഓഫീസിൽ നിന്ന് അവരുടെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ടീഷർട്ട് കിട്ടും എല്ലാവർക്കും.
അപ്പം അങ്ങനെ കിട്ടിയതാണ്. അപ്പം ഞാനത് കൈയോടെ ഈ സാധനം ഞാനങ്ങ് തൂക്കി എന്നും പറഞ്ഞുകൊണ്ട് എടുത്തതാ കേട്ടോ. ചെറിയതായിട്ട് എന്തോ ഒരു സൈസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനാണ് അത് കേൾക്കാൻ നോക്കിയിരിക്കും. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ ഡ്രസ്സുകളിൽ ഇങ്ങനെ ബനിയൻ ഇടാൻ. അതുപോലെ എന്താണ് നമ്മുടെ മേക്കപ്പ് ഐറ്റംസിലൊക്കെ മേക്കപ്പാണോ അത് നമ്മുടെ നെയിൽ പോളിഷ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ നമ്മുടെ ആക്സസറീസിൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആട്ടോ ബാഗ്, എല്ലാതും സ്ലിംഗ് ബാഗ് എൻ്റെ ഫേവററ്റ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ സാധനം ഞാൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. തരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ, കാരണം ഓഫീസിലത്തെ ആയതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ചായ എനിക്കും ആദ്യക്കൂട്ടിനും ഓരോ കുറച്ച് ചായയും കൂടെ ഞങ്ങൾ ഇട്ട് കേട്ടോ. ഒന്ന് ഞങ്ങൾ കുടിച്ചായിരുന്നല്ലോ ഓരോ ബൂസ്റ്റ്, പക്ഷെ ചായ കാണുമ്പോഴത്തേനും പിന്നെയും കുടിക്കാൻ തോന്നുവേ. അപ്പം ഞങ്ങൾക്ക് കൂടെ ഓരോ ചായയൊക്കെ ഇട്ട് പിന്നെ നേരെ അതേണ്ട നമ്മുടെ ചിക്കനെ വറക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ട വെച്ചു. അപ്പോൾ ഈ ചട്ടിയിലോട്ട് ഇപ്പം ഞാൻ എല്ലാം വറക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഈയിടയ്ക്ക് ഒരു ദിവസം എടുത്താൽ പിന്നെ ഞാൻ ഓർത്ത് ഇനി ഇത് എടുക്കണ്ട, അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെക്കാം എന്നൊക്കെ ഓർത്ത്. എന്നാലും ഇതുപോലെ ഇച്ചിരിയൊക്കെ ആയിട്ട് നമുക്ക് വറക്കുമ്പോൾ നന്നായിട്ട് എണ്ണയെ മുങ്ങിക്കിടന്ന് വറക്കാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഈ പാത്രം അടിപൊളിയാട്ടോ. ഇത് കാസ്റ്റ് അയൺ എന്നാണ് തോന്നുന്നു അല്ലേ ഇതിന് പറയുന്നത്, നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി. അപ്പൊ അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഇനിയിപ്പോ ഒരു ബാച്ചൂടെ ഒന്നുകൂടെ നമുക്ക് ഇത്രയും കൂടി ഇടാനുണ്ട്. അപ്പം ഞാൻ ആ നേരത്ത് പോയി തേങ്ങ ചിരണ്ടിട്ട് നാളത്തേനുള്ള അപ്പത്തിന് ഇന്നിപ്പോ തേങ്ങ ചിരണ്ടാൻ നോക്കും. ചിലവ കുറച്ച് ദിവസമായി എടുത്തിട്ട്, അപ്പം ഇന്നിപ്പോ ചിരണ്ടാൻ നോക്കും തേങ്ങ ചിരണ്ടിട്ട്. അപ്പൊ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഇപ്പൊ ചിരണ്ടിയിട്ട് ചിരവൊക്കെ ഒന്ന് കഴുകി അങ്ങ് എടുത്തു നോക്കാം. അല്ലാണ്ട് ഈ നാക്ക് പിറ്റേ പ്രാവശ്യം എടുക്കുമ്പോൾ ഒരുമാതിരി എന്തോ കഴുകി തുടച്ച് വെച്ചില്ലേ എന്തോ പോലെ ഇരിക്കും. അപ്പൊ ഞാൻ അതങ്ങ് കഴുകി വെക്കുവേ. പിന്നെ നമ്മുടെ ചിക്കൻ ഒരു പ്രാവശ്യത്തെ വറുത്തെടുത്തിട്ടുണ്ട്, അടുത്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ വറുത്ത് കഴിഞ്ഞാല് ബാക്കി ആ വഴറ്റാനുള്ളതെല്ലാം ചേർത്ത് വഴറ്റി ഇതുകൂടെ ചേർന്നാൽ കറി റെഡിയായി ഫുഡ് കഴിക്കാം. അപ്പം ആ നേരത്ത് ഞാൻ നമ്മുടെ അരി വെള്ളത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലിടുവാണ്. അപ്പം അരി അരയ്ക്കാനൊന്നും ആരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പമാവിനുള്ള കേട്ടോ ഇട്ടേക്കുന്നത്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഇതിന് മുന്നിൽ ഒരു ദിവസം ചുമ്മാ ഒരിക്കൽ ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയും ചെയ്തു, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ അപ്പം ഉണ്ടാക്കി. അവർ തൃശ്ശൂരാട്ടോ, അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനെ ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇട്ടിട്ടല്ല അപ്പം ഉണ്ടാക്കുന്നത്. വെറുതെ കപ്പ് കാച്ചി അങ്ങനെ അങ്ങ് അരയ്ക്കുക ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയപ്പോഴേ. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്നിപ്പം വീണ്ടും ഒന്ന് ജസ്റ്റിനകത്ത് ഇടാൻ ഓർത്തു. ഇൻ കേസ് ഇത് കാണുന്ന ആരെങ്കിലും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ, വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് അടച്ച് വെച്ചാൽ കേട്ടോ വേവിക്കുന്നതും, തിരിച്ചും മറിച്ച് വിട്ടല്ല വേവിക്കുന്നത്. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ തിരിച്ചു മറിച്ചും കൂടി ഇട്ട് വേവിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് കറക്റ്റ് അതിൻ്റെ എനിക്ക് വന്ന തനത് രീതി എന്ന് പറയുന്നത് ഒറ്റ തവി മാവ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കൊന്നും ചുറ്റിക്കൊന്നും ചെയ്യരുത്, നേരെ ഒരു അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെ കേട്ടോ. പിന്നെ ആവി വരുമ്പോഴത്തേനും നമ്മളത് തുറന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അത് ജീരകവും കൂടെ ചേർക്കണം കേട്ടോ, ജീരകം, പഞ്ചസാര, ഈസ്റ്റ്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇത്ര സാധനം കൂടെ ചേർക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അപ്പമാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പുളിക്കുവേ, ഇത് പുളിക്കാറുണ്ട് അപ്പത്തിൻ്റെ മാവ്. ഞാൻ ദോശയ്ക്ക് ഇഡലിക്കും ഉണ്ടാക്കുമ്പോഴേ ഇപ്പോൾ എന്നാന്നറിയത്തില്ല ഇവിടുന്ന് പുളിക്കുന്നേ ഇല്ല. ആദ്യമൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിക്കൊണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു ഞാനൊരു ചാനൽ നോക്കിയിട്ട് അവലും കൂടെ ചേർത്തായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ നന്നായിട്ട് പൊങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവൽ ചേർക്കാറില്ല, അവൽ തീർന്നു പോയി. പിന്നെ ഞാൻ അവലിട്ട് മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അവൽ മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം, റെഡി ആകുമോ എന്നറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇതേ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്, ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കേട്ടോ കുറച്ചെടുത്ത് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇതിനകത്തുണ്ടായിരുന്നു അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ അത് ഒത്തിരി കളർ മാറല്, അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ സവാള, ക്യാപ്സിക്കം എല്ലാം കൂടെ ചേർത്ത് കളറൊന്നും അധികം മാറാതെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി പച്ച കളർ തന്നെ കിടക്കണമല്ലോ, നമ്മൾ മേടിക്കുമ്പോൾ കാണുമല്ലോ കറിയിൽ, അങ്ങനെയല്ലേ. അപ്പം അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും ഒരു അരമുടിയൊക്കെ വെച്ച് ഒഴിക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിളിൻ്റെ കണക്കനുസരിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒത്തിരി ഇട്ട് വഴറ്റൊന്നും വേണ്ട,
ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തോട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഒരു 2 സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് ഇത്രയും വെള്ളത്തിനകത്തോട്ട്, ഇതൊക്കെ നമ്മുടെ കറി എന്തോരെയാണോ ആ ഒരു കണക്കിനനുസരിച്ചാണ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കോൺഫ്ലോർ അടിയിൽ അങ്ങ് അടിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും തന്നെ ഇത് കുറുകും കേട്ടോ. ഇനി ഇതിനകത്തോട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കേട്ടോ കുറച്ച് ഗരം മസാലയുടെ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആരും ചേർക്കുന്ന കണ്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് കുറുകും വരെ, എനിക്കിപ്പോൾ കുറച്ച് ചാറ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കോൺഫ്ലോർ കുറവായിരുന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നായി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറുകുന്ന അത്ര നേരം ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ടൊന്ന് കുറുക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ ഒണിയൻ്റെ ഉള്ളിത്തണ്ട്, അങ്ങനെ കുറച്ച് സാധനമൊക്കെ കൂടെ ചേർക്കുന്നതാണ്. അതൊന്നും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പം ഞാൻ അതെല്ലാം ഓഫാക്കി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇനി ബാക്കി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കറി ഫ്ലോപ്പാണോ നല്ലാണോ ഒന്നും അറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ടെന്ന്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ നേരെ പോയിട്ടുണ്ട് ആദിക്കുട്ടൻ്റെ പാത്രത്തിലും ബാഗിലും എല്ലാം ആദിദേവ് എന്നുള്ള പേര് എഴുതണം. ഒന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് അവരുടെ പേര് സ്വയം അറിയത്തില്ല, ഇവൻ്റെ പേരും സ്പെല്ലിങ്ങും ഒക്കെ അറിയാം. അതുകൊണ്ട് കാര്യമില്ലോ, ബാക്കി കുട്ടികളും സെയിം പേരുള്ളവരൊക്കെ കാണും. ഒരു പേര് വിളിക്കുമ്പോഴത്തേനും എല്ലാവരും കൂടെ അങ്ങ് എഴുന്നേക്കുവാന്ന് അവൻ പറഞ്ഞ്. അപ്പോൾ പിന്നെ അവൻ്റെ ഇതെല്ലാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ എഴുതി ഒട്ടിച്ചാലും അതും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരാൾ ഒട്ടിച്ചു വന്നു, അപ്പോൾ അതും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യാൻ ഓർത്തുകൊണ്ട് ഞാൻ നേരെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ കുറച്ച് നേരം ഇരുത്തി പഠിപ്പിക്കാനൊക്കെ. ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. ഈ ഒരു ഈവനിങ്ങിലാകുമ്പോഴത്തേനും കേട്ടോ, വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര ബിസി ആകുന്നു. പകലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു രാത്രിയോടടുക്കുമ്പോഴത്തേനും എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ ചെയ്യാൻ നിറച്ച് കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് പകലേ പണിയൊക്കെ തീർത്ത് വെക്കണമെന്ന് ഓർത്താലും എന്തെങ്കിലുമൊക്കെ കാണും ഇതുപോലെ രാത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതെല്ലാം ചെയ്തു. ഇനി കുറച്ച് പഠിപ്പിക്കാനും കൂടി ഇരുത്തിയത് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ആദ്യം കരയുന്നൊക്കെ ഉണ്ട്. എന്തോ ചെറിയ കാര്യം എഴുതുന്നതിൻ്റെയോ എന്തോ ആണെന്ന് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോഴേ ഞാൻ നേരെ വിളമ്പാൻ കയറി. എൻ്റെ മനസ്സ് മുഴുവൻ കറി ഫ്ലോപ്പാന്നൊരു ചിന്തയില്ല. കാരണം ഇച്ചിരി ആ ഒരു മൈദാമാവിൻ്റെ കോട്ടിങ്ങും കുറവായിരുന്നു. അതുപോലെ തന്നെ ഇച്ചിരി മുട്ടയുടെ യെല്ലോ ആയിരുന്നു കേട്ടോ, ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു തോന്നുന്നേ. അപ്പം എന്തേലും ആയിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഓർത്തതേ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ആദ്യകൂട്ടം തേണ്ട അവിടെ പഠിച്ചതിൻ്റെ ബാക്കി കരച്ചിലും കാര്യമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ അതേ 2 പേർക്കും കഴിക്കാൻ കൊടുത്തതേ ഞങ്ങൾ 3 പേരും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കറി കുഴപ്പമൊന്നും ഇല്ലാതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും കേട്ടോ ഒരാശ്വാസമായത്. എനിക്ക് കൂട്ടിയപ്പോഴത്തേനും തോന്നിയത് ഇച്ചിരി ചിക്കൻ വറുത്തിട്ട് കറി വെച്ചു എന്നുള്ള ഒരു ഫീൽ, പിന്നെ ചില്ലി ചിക്കൻ്റെയും എല്ലാം കൂടെ കൂടിയൊരു ടേസ്റ്റ്. അതായത് കറക്റ്റ് കടയിലെ പോലെ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല കേട്ടോ. എന്താണേലും കൂട്ടാം, കുഴപ്പമില്ല. ഒരു വെറൈറ്റി. എന്നും നമ്മൾ സാധാരണ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാമേ. ബൈ.